ഇന്നലെ അന്താരാഷ്ട്ര ഓസോൺ ദിനത്തിന്റെ ഭാഗമായി ഒരു ചടങ്ങിൽ പങ്കെടുക്കേണ്ടതുണ്ടായിരുന്നു എനിക്ക്. അവിടെ വെച്ച് ഒരു എൻവയോൺമെന്റൽ സയന്റിസ്റ്റ് പറഞ്ഞ ചില കാര്യങ്ങൾ കേട്ട് ഞാൻ തരിച്ചുപോയി. നമ്മൾ നിസ്സാരമെന്ന് കരുതുന്ന ചില വസ്തുതകൾക്ക് പിന്നിലെ ഞെട്ടിപ്പിക്കുന്ന സത്യങ്ങൾ. ഇത് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരുമായി ഒന്ന് പങ്കുവെക്കണം എന്നെനിക്ക് തോന്നി. ആദ്യം നമുക്ക് ഒരു മാജിക് ആവാം. ഈ പെട്ടിയുമായി ഞാൻ ഈ വേദിയിൽ നിൽക്കുന്ന സമയത്ത് പഴയ തലമുറയിൽപ്പെട്ട ചിലരുടെയെങ്കിലും മനസ്സിൽ ഒരു അത്ര കച്ചവടക്കാരന്റെ മുഖം ഓർമ്മ വരുന്നുണ്ടാവും. കവളമുക്കട്ട എന്ന എന്റെ കൊച്ചു ഗ്രാമം. വീടിന് മുന്നിലുള്ള പാടവരമ്പിലൂടെ ഫുൾക്കയ്യൻ കുപ്പായമിട്ട് കോളറിന് പിന്നിലെ കഴുത്തിൽ മടക്കി വെച്ച ഉറുമാലുമൊക്കെയായി ഒരു അത്തർ പെട്ടിയും പിടിച്ച് നടന്നു നീങ്ങുന്ന അത്തർ കച്ചവടക്കാരന്റെ മുഖമാണ് എന്റെ മനസ്സിൽ തെളിയുന്നത്. സ്കൂളിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ അയാളുടെ പുറകെ കൂടും. അവിടെയാകെ അത്തറിന്റെ മാസ്മരിക ഗന്ധം പടർന്നു കിടക്കുന്നുണ്ടാവും. മറ്റൊരു മറക്കാനാവാത്ത മണം എന്റെ അച്ഛന്റേതാണ്. വൈകുന്നേരങ്ങളിൽ പാടത്തെ പണി കഴിഞ്ഞ് എത്തിക്കഴിഞ്ഞാൽ ധാന്യന്തരം കുഴമ്പ് തേച്ച് വിസ്തരിച്ചൊരു കുളിയുണ്ട് അച്ഛന്. പിന്നീട് ഉമ്മറത്തെ ചാരികസേരയിൽ അച്ഛൻ നീണ്ടു മലർന്നു കിടക്കും. കഥ കേൾക്കാനായി അച്ഛന്റെ നെഞ്ചിൽ മുഖം ചേർത്ത് കിടക്കുന്ന സമയത്ത് ധാന്യന്തരം കുഴമ്പിന്റെയും പയർപൊടിയുടെയും കൂടിക്കുഴഞ്ഞ ഒരു മണമുണ്ടാവും. അച്ഛൻ ഇന്ന് ഈ ഭൂമിയിലില്ല. പക്ഷേ അച്ഛന്റെ ഗന്ധം എന്റെ ഹൃദയത്തിൽ ഇന്നുമുണ്ട്. ഇതുപോലെ നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ഒരു മണമുണ്ടാവും. മുറുക്കി തുപ്പുന്ന മുത്തശ്ശിയുടെ ഗന്ധം, അച്ഛന്റെ മണം, അമ്മയുടെ മണം, അധ്യാപകന്റെ മണം, മണ്ണിന്റെ മണം, പുഴയുടെ മണം, അതല്ലെങ്കിൽ കൂട്ടുകാരുടെ മണം, പ്രണയിനിയുടെ മണം. ഇങ്ങനെ ഓരോ മണവും ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാവും. പക്ഷേ കാലം മാറിപ്പോയിരിക്കുന്നു. ഇന്ന് എല്ലാവർക്കും ഒരു മണമാണ്. കെമിക്കൽസും സിന്തറ്റിക്കും ചേർത്തുണ്ടാക്കിയ ബോഡി സ്പ്രേയുടെ കടുത്ത മണം. ഞാൻ പറഞ്ഞു വന്നത്, ഇന്ന് ഈ അത്തർപ്പെട്ടിയിൽ അത്തറില്ല. അത്തറുകൾ കാണാതായിരിക്കുന്നു. പ്രകൃതിയിൽ നിന്നുണ്ടാക്കുന്ന പ്രകൃതിദത്തമായ സുഗന്ധദ്രവ്യങ്ങൾ അപ്രത്യക്ഷമായിരിക്കുന്നു. പകരം രാസവസ്തുക്കളും സിന്തറ്റിക്കും ചേർന്ന ബോഡി സ്പ്രേകൾ, വിവിധ നിറത്തിലുള്ള വിവിധ രൂപത്തിലുള്ള ബോഡി സ്പ്രേകളാണ് ഇന്ന് വിപണിയിൽ ലഭ്യമാകുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ബോഡി സ്പ്രേകൾ എല്ലാം കെമിക്കലുകളാണ്. ഇത് നമ്മുടെ ശരീരത്തിനെ എത്രമാത്രം ബാധിക്കുന്നു എന്നുള്ള കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. നാഷണൽ ക്യാൻസർ സൊസൈറ്റിയുടെയും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എൻവയോൺമെന്റൽ ഹെൽത്ത് സയൻസിന്റെയും പഠനങ്ങൾ വ്യക്തമാക്കുന്നത് ഈ ബോഡി സ്പ്രേകളിൽ പ്രധാനമായും 5 ടോക്സിക് കെമിക്കലുകൾ ഉണ്ട് എന്നാണ്. അലുമിനിയം കോമ്പൗണ്ട്സ്, പാരാബെൻസ്, പ്രോപ്ലിൻ ഗ്ലൈക്കോൾ, ട്രൈക്ലോസൻ, സ്ട്രെപ്സ്. ഇതാണ് 5 കെമിക്കലുകൾ. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമായ ത്വക്കിലേക്ക് നമ്മൾ സ്പ്രേ അടിക്കുന്ന സമയത്ത് ഈ തൊലിയിലെ ചെറു സുഷിരങ്ങളിലൂടെ ഈ കെമിക്കലുകൾ അകത്തേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. അതിലപ്പുറം വിയർപ്പ് അകറ്റാനായി ഡിയോഡ്രന്റുകൾ നമ്മൾ ആംപിറ്റിൽ റോൾ ചെയ്യുന്ന സമയത്തും സംഭവിക്കുന്നത് ഇതാണ്. ഇതിലൂടെ നമ്മുടെ നാഡീവ്യവസ്ഥയെ താറുമാറാക്കാനും നമ്മുടെ തലച്ചോറിന്റെ പ്രവർത്തനങ്ങളെ മന്ദീഭവിക്കുവാനും അലർജി, എക്സിമ, സോറിയാസിസ്, സൈനസ്, ആസ്മ, കരൾ രോഗം, മൈഗ്രെയിൻ, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, ഇങ്ങനെ പല രോഗങ്ങൾക്കും ഇത് കാരണമാകുന്നു. അതിലപ്പുറം വിയർപ്പകറ്റാനായി ഡിയോഡ്രന്റുകൾ സ്ഥിരമായി നമ്മുടെ ആംപിറ്റിൽ റോൾ ചെയ്യുന്നതിലൂടെ ബ്രസ്റ്റ് ക്യാൻസറിന് വരെ കാരണമാകുന്നു എന്നാണ് പറഞ്ഞു കേട്ടത്. ഇത് മനുഷ്യ ശരീരത്തിന്റെ കാര്യം. ഇനി പ്രകൃതിയുടെ കാര്യം പറയാം. സൂര്യനിൽ നിന്ന് വരുന്ന അൾട്രാവയലറ്റ് രശ്മികളടക്കം അനേകം രശ്മികളെ, അപകടകാരികളായിട്ടുള്ള രശ്മികളെ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കാതെ തടഞ്ഞു നിർത്തുന്നതാണ് ഓസോൺ പാളികൾ. നമ്മുടെ പ്രകൃതിയുടെ മനോഹരമായ കുടയാണ് ഓസോൺ പാളികൾ എന്ന് പറയാറുണ്ട്. പക്ഷേ സ്പ്രേ നമ്മൾ അടിക്കുന്ന സമയത്ത് അതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ക്ലോറോ ഫ്ലൂറോ കാർബൺ തന്മാത്രകൾ ഓസോൺ പാളികളിലെ ലക്ഷക്കണക്കിന് തന്മാത്രകളെയാണ് വിഘടിപ്പിക്കുന്നത്. ഇത് വലിയ പ്രത്യാഘാതങ്ങൾക്ക് കാരണമായേക്കാം എന്ന അറിവാണ് ഇന്നലെ എനിക്ക് കിട്ടിയത്. എന്റെ ചോദ്യം ഇതാണ്, രാസവസ്തുക്കളും സിന്തറ്റിക്കും ചേർത്തുണ്ടാക്കുന്ന ഈ ബോഡി സ്പ്രേ ആണോ നമ്മൾ സുഗന്ധമുണ്ടാകുന്നതിന് വേണ്ടി ഉപയോഗിക്കേണ്ടത്? നമ്മളുടെ കൂട്ടുകാർക്കും കുടുംബാംഗങ്ങൾക്കും ഇതാണോ നമ്മൾ സമ്മാനമായി നൽകേണ്ടത്? പ്രകൃതിദത്തമായ സുഗന്ധദ്രവ്യങ്ങൾക്ക് പകരം ഈ കെമിക്കൽ സ്പ്രേകളാണോ നമ്മൾ ഉപയോഗിക്കേണ്ടത്? സ്വന്തം മനസാക്ഷിയോട് ചോദിച്ച് നമുക്ക് ഒരു തീരുമാനമെടുക്കാം.